ഹലോ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ യൂനിസ് കോട്ടക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പല ആളുകൾക്കും അറിയാം. ഇപ്പം ന്യൂസിലൊക്കെ വന്നിരുന്നു, നമ്മളെ നാട്ടിൽ നിന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് അരളിച്ചെടി. ഇത് നമ്മൾ പല ആളുകളെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജൂൺ മാസങ്ങളിലൊക്കെയാണ് നമ്മളെ നാട്ടിൽ മാർക്കറ്റിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത്. ഇതിൻ്റെ തൈകളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്, ചെറിയൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു മരമാണ് സത്യത്തിൽ. പല ആളുകൾക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ന്യൂസ് വന്നിരുന്നു. ഒരു 19 വയസ്സുള്ള സൂര്യ എന്ന് പറയുന്ന ഒരു പെൺകൊച്ച് മരണപ്പെട്ടു. കാരണം അതിൻ്റെ ഫ്ലവർ ജസ്റ്റ് എടുത്തിട്ട് അവർ വേണിച്ചിട്ട് കഴിച്ചതൊന്നുമല്ല. മൊബൈലിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇതൊക്കെ വായിലിട്ട് ചമക്കുന്നൊരു അങ്ങനെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാണ്. അങ്ങനെ കുട്ടി മരണപ്പെട്ടു എന്നാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെ എന്താ പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ ഒരു പാവം ക്ഷീരകർഷകൻ്റെ 5 പശുക്കളും ഇതിൻ്റെ ഇല പോലെ കായ് ഇതൊക്കെ അദ്ദേഹം അറിയാതെ കൊടുത്തതാണോ എന്താണെന്നറിയില്ല. അങ്ങനെ ആ പശുക്കളും ചത്തുപോയി. അപ്പം അത്രയും ഡേഞ്ചറുള്ളൊരു മരമാണിത്. നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ മറ്റുള്ളവരിലേക്കും ഇവരെ അറിയിക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അങ്ങനെ നമ്മുടെ കേരളത്തിൽ എവിടെയും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ പാർക്കുകളിലും എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് വളമിയും കാര്യങ്ങളൊന്നും വേണ്ട, ഇത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സാധനം വീട്ടിൽ നമ്മൾ വളമയും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു വിഷപ്പാമ്പിനെയാണ് നമ്മൾ വളർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളെ ഹിന്ദു സഹോദരന്മാരൊക്കെ ഇത് പൂജക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പം നമ്മളെ കേരളത്തിൽ ഇത് പല അമ്പലങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ന്യൂസ് കേട്ടത്. അവർ ഈ പ്രസാദം കൊടുക്കാനൊക്കെ അതെന്നെയാണ് തോന്നുന്നു, എനിക്ക് കൂടുതൽ അറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അമ്പലങ്ങളിലൊക്കെ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് അരളിച്ചെടിയെ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇതൊക്കെ ശരിയാണ്, അരളി വിഷമാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിരോധിച്ചു. പക്ഷേ എന്തുകൊണ്ട് നമ്മളെല്ലാവരും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പഞ്ചസാര പോലെയുള്ള സാധനങ്ങൾ നമ്മളാരും നിരോധിക്കാൻ ധൈര്യപ്പെടുന്നില്ല, തയ്യാറാവുന്നില്ല? പഞ്ചസാരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സൈലന്റ് കില്ലറാണ്. ഷുഗർ വന്നു, അതുപോലെ നമ്മളെ നാടി നരമ്പുകളൊക്കെ തളർത്തുന്നത്. അതുപോലെ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നേട്ടങ്ങളുണ്ട്, പല നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ മന്തി, ഷവർമ, അതുപോലെ ഇതൊക്കെ കഴിച്ചിട്ട് പല മരണങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ആരും നിരോധിക്കാൻ തയ്യാറല്ല. അതെന്താണെന്നറിയില്ല. ഇത് പിന്നെ പാവപ്പെട്ട കർഷകർ ചെയ്യുന്നതല്ലേ. പിന്നെ കർഷകരെന്നും താറടിച്ചിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ മന്തി കഴിച്ചിട്ടല്ല മരണം സംഭവിക്കുന്നത് കേട്ടോ. മന്തി ഷവർമ ഒന്നും കഴിച്ചിട്ടല്ല മരണം സംഭവിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ മന്തിയിലും ഷവർമയിലൊക്കെ ഉള്ള ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന മയൂനസ് എന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഡേഞ്ചർ. അല്ലാതെ മന്തി റൈസോ അതിലുള്ള ചിക്കനോ അല്ല ഡേഞ്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. ഓക്കെ, അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ മയൂനസ് അടിച്ചു ഉടനൊക്കെ കഴിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നക്കാരനല്ല. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പഴങ്ങിയ സാധനം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും. അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പല ആളുകൾക്കും അറിയില്ല. മന്തി കഴിച്ചു എന്നേ പറയുള്ളൂ. ഏതായാലും അപ്പോൾ എല്ലാവരും ഇത് കഴിയുമെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് എത്തിക്കുക. കുട്ടികളുള്ള വീട്ടുകളിൽ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് എടുത്ത് ഒഴിവാക്കിയിട്ടേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് പല കുട്ടികളും ജസ്റ്റ് ഒന്ന് മൊബൈൽ വാങ്ങി വെച്ചാലൊക്കെ പെട്ടെന്ന് അവർ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഇതൊരു വിഷച്ചെടി ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെടുത്ത് വയലൊക്കെ ഇടും. അതുകൊണ്ട് ആരും ഇത് ഉപയോഗിക്കരുത്. ഇതിലൊരു കായൊക്കെ ഉണ്ടാവും, കായിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, മഅസ്സലാം.